നമസ്കാരം. ദേശസ്നേഹി ചാനലിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ആലപ്പുഴ ബീച്ചിനെ പരിചയപ്പെടുത്തുന്ന ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. വലിയ ദിവാഞ്ചിയായിരുന്ന രാജാ കേശവദാസിൻ്റെ കാലത്ത് ആലപ്പുഴ മഹത്തായ പുരോഗതി കൈവരിക്കുകയും തിരുവിതാംകൂറിൻ്റെ സാമ്പത്തിക തലസ്ഥാനമായി മാറുകയും ചെയ്തു. കിഴക്കിൻ്റെ വെനീസ് എന്നാണ് അക്കാലത്ത് ആലപ്പുഴ പടിഞ്ഞാറ് മുഴുവൻ അറിയപ്പെട്ടിരുന്നത്. ഒരു സമുദ്ര കേന്ദ്രവും വിനോദസഞ്ചാരികളുടെ പറുദീസയുമായിരുന്നു ആലപ്പുഴ ബീച്ച്. ആലപ്പുഴ കടപ്പുറത്ത് കപ്പലെടുത്തുകൊണ്ടിരുന്ന കാലത്ത് ചരക്കുകൾ കയറ്റി ഇറക്കി നടത്തിക്കൊണ്ടിരുന്നത് ഇവിടെ ഇന്ന് കാണുന്ന നാശോന്മുഖമായ ഒരു ഇരുമ്പ് കടൽപ്പാലത്തിലൂടെയായിരുന്നു. ഈ കടൽപ്പാലത്തിൽ നിന്ന് ബീച്ചിനടുത്ത് വരെ എത്തുന്ന കനാലിലേക്ക് റെയിലിലൂടെ ചരക്കുകൾ കടത്താൻ സംവിധാനവുമുണ്ടായിരുന്നു. മുംബൈയിലെ ജൂഹു ബീച്ച്, ഗോവയിലെ കടൽ തീരം പോലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ബീച്ചാണ് ആലപ്പുഴ കടൽ തീരം, ആലപ്പുഴ ബീച്ച്. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ ആലപ്പുഴയുടെ ബീച്ചിലേക്ക് വിനോദസഞ്ചാരികളുടെ കുത്തൊഴുക്കാണ് ഇന്ന് കാണാൻ സാധിക്കുന്നത്. ഈ കടൽ തീരത്തേക്ക് എത്തിച്ചേരുന്നതിന് റെയിൽ, റോഡ് മാർഗങ്ങൾ ഇന്ന് ലഭ്യമാണ്. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും എല്ലാ രീതിയിലും ഉള്ള ട്രെയിൻ സർവീസുകളും ബസ് സർവീസുകളും ആലപ്പുഴയ്ക്ക് ഇന്ന് നിലവിലുണ്ട്. ആലപ്പുഴയുടെ നഗരവികസനത്തിൻ്റെ ഭാഗമായി രൂപകൽപ്പന ചെയ്ത ആലപ്പുഴ ബൈപ്പാസ് 1980കളിൽ ആരംഭിച്ച പണി 2020 മാത്രമാണ് പൂർത്തിയാക്കുവാൻ സാധിച്ചത്. ആലപ്പുഴ കൊമ്മാടിയിൽ നിന്ന് ആരംഭിക്കുന്ന ബൈപ്പാസ് 6.8 കിലോമീറ്റർ ദൂരത്തിൽ സഞ്ചരിച്ച് കളർകോട് അവസാനിക്കുന്നു. ആലപ്പുഴ ബീച്ചിൻ്റെ മുഴുവൻ മനോഹാരിതയും ഈ ബൈപ്പാസിൽ. ആലപ്പുഴ ബീച്ച് റോഡിൻ്റെ ആദ്യ റീച്ചിൻ്റെ പണി 40 വർഷമെടുത്താണ് പൂർത്തിയാക്കിയെങ്കിൽ ഇന്നത്തെ കേന്ദ്ര സർക്കാരിൻ്റെ ഇച്ഛാശക്തിയുടെ നേർരൂപമായി 40 മാസം കൊണ്ട് രണ്ടാമത്തെ റീച്ചിൻ്റെ പണി പൂർത്തിയാകുന്ന രീതിയിലാണ് വളരെ ദ്രുതഗതിയിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. വന്ദേ മാതരം.